வாழ்க வையகம், வாழ்க வைയகம், வாழ்ക വളമുടൻ. വേദാദ്രി മഹർഷിയുടെ എൻ്റെ ആത്മചരിത്രം, അധ്യായം 1, ഭാഗം 2. സ്കൂൾ പ്രവേശനം. 1916 ആണ്ട് വിജയദശമി ദിവസം വരുന്നത് എൻ്റെ പിതാവ് പ്രതീക്ഷിച്ചിരുന്നു. എതിർവശത്തെ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു ജ്യോതിഷ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സമീപിച്ച് എൻ്റെ പിതാവ് സമയം കുറിച്ചെടുത്തു. എനിക്ക് ഒരു തൊപ്പിയും ഷർട്ടും തുണിയുമെല്ലാം പുതിയതായി നേരത്തെ വാങ്ങിച്ചു വച്ചിരുന്നു. അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ ഇവയെല്ലാം ഇപ്രകാരം വാങ്ങിച്ചു. അതിന് അവരെടുത്ത പരിശ്രമം അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എനിക്കെന്തറിയാം, ദാരിദ്ര്യമോ കടമോ സമ്പത്തോ ഏതായാലും എൻ്റെ മനസ്സിൽ ആ സമയം അതെങ്ങനെ സ്ഥാനം നേടും. കടം എന്ന മായാവലയത്തിൽ തന്നെ മനുഷ്യൻ കുരുക്കി വയ്ക്കാത്ത പ്രായം അതല്ലേ ഉള്ളൂ. ഇല്ലായ്മ എന്ന അപകർഷതാബോധം പോലും അപ്പോൾ എവിടെ? അച്ഛനും അമ്മയും കാണിക്കുന്ന സ്നേഹം മാത്രമല്ലേ ശൈശവത്തിലുള്ളൂ. മറ്റേത് സ്വത്തുക്കളും ആ ആനന്ദത്തിന് തുല്യമാണോ? ഗണപതി പൂജ. നിശ്ചയിച്ച സമയം എന്നെ അവർ ഗണപതി ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. എല്ലാ ദിവസവും ആ ക്ഷേത്രത്തിനെ അച്ഛനോടൊപ്പം വലം വയ്ക്കുന്നത് എനിക്ക് ശീലമായിരുന്നു. എൻ്റെ അച്ഛൻ 2 കൈകൾ ചേർത്ത് കൈകൾ എതിർച്ചെവികളിൽ പിടിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഗണേശനെ കണ്ടപ്പോൾ എനിക്ക് അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഗണേശൻ എന്നെ സ്നേഹത്തോടു കൂടി നോക്കി അനുഗ്രഹിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ അച്ഛൻ ശീലിപ്പിച്ചിരുന്നത് പോലെ ഞാൻ ഈശ്വരനിൽ വളരെ ഭക്തി കൊണ്ടിരുന്നു. ഞാൻ വിദ്യാലയത്തിൽ പോകുന്നതിനായി ഗണപതിയെ തൊഴുതപ്പോൾ തേങ്ങ, പഴം, ശർക്കര എന്നിവ കൊടുത്ത് എൻ്റെ അച്ഛൻ ഗണപതിയോട് പ്രാർത്ഥിച്ചിരുന്നു. ആ ചെറുപ്രായത്തിൽ തന്നെ ചില സ്തുതികൾ എന്നെ പഠിപ്പിച്ചിരുന്നു. കൊഞ്ചി ഞാനത് എൻ്റെ ചെറുപ്രായത്തിൽ പാടുന്നത് കേട്ട് എൻ്റെ അമ്മയും അച്ഛനും എന്നിൽ അഭിമാനിച്ചിരുന്നു. ഇപ്പോൾ പോലും അവരെ ഓർക്കുമ്പോൾ കണ്ണുനീരാൽ നിറയും. അതിന് കാരണം ഇല്ലാതെയല്ല. അവർ അവസാനം അവരുടെ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്നും മുക്തി നേടാനാകാതെ വിഷമിച്ചിരുന്നു. അവരെ ആ നിലയിൽ നിന്നും രക്ഷിക്കാനുള്ള വയസ്സും ചുറ്റുപാടും എനിക്ക് ലഭ്യമായപ്പോൾ അവർ ഈശ്വരവാദം പോകിയിരുന്നു. എൻ്റെ 22-ാം വയസ്സിൽ എൻ്റെ അച്ഛൻ ദൈവമായി. അമ്മ 35-ാം വയസ്സിൽ ദൈവമായി. അമ്മയ്ക്ക് മാത്രം അവസാന 10 വർഷക്കാലം ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിച്ചു. ഈ അവസരത്തിൽ എൻ്റെ മാതാപിതാക്കൾ 2 പേരെയും കുറിച്ച് ചില കുറിപ്പുകൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളുടെ മഹിമ. 2 പേരും നാടിന് പൊതുസേവകരായിരുന്നു. ഏതെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും രോഗം ബാധിച്ചാൽ അവിടെ എൻ്റെ അച്ഛൻ തുടർച്ചയായി പോയി അവർക്കാവശ്യമായ സഹായം ചെയ്തു നൽകും. നാടി നോക്കുന്നതിൽ എൻ്റെ അച്ഛൻ വിദഗ്ധനായിരുന്നു. കൈവശം മരുന്നില്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നാടൻ ചികിത്സ നല്ല വശമായിരുന്നു. നാടൻ മരുന്നുകൊണ്ട് കഷായം, കല്ലികം, ചൂർണം എന്നിവ നിർമ്മിച്ച് രോഗികൾക്ക് നൽകുമായിരുന്നു. ആരിൽ നിന്നും അദ്ദേഹം മരുന്നിന് പണം വാങ്ങിയിരുന്നില്ല. എൻ്റെ അച്ഛനമ്മമാർ 2 പേർക്കും എഴുത്തും വായനയും അറിയില്ലായിരുന്നു. എങ്ങനെയോ എൻ്റെ അച്ഛൻ തമിഴിൽ ഒപ്പിടാൻ പഠിച്ചിരുന്നു. സൂന, വരദപ്പ മുതലിയാർ എന്നൊപ്പിടാൻ ഏതാണ്ട് 5 നിമിഷത്തോളം സമയം വേണ്ടിവരും. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള 14 അക്ഷരങ്ങളും ഒന്നിനെ നോക്കി മറ്റൊന്ന് നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും. ശീർഷാസനമൊഴികെ മറ്റ് ആസനങ്ങളിൽ പലതും ആ അക്ഷരങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഒപ്പിടുമ്പോൾ ഞാൻ സമീപമുണ്ടെങ്കിൽ എനിക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. എൻ്റെ അച്ഛൻ കാണാതെ ഞാൻ ചിരിക്കുമായിരുന്നു. ചിലപ്പോൾ ഓടിപ്പോയി മറഞ്ഞു നിന്ന് ചിരിച്ചിട്ട് ഞാൻ തിരികെ വരും. അദ്ദേഹം ദേഷ്യപ്പെടില്ലായിരുന്നുവെങ്കിലും ഞാൻ അദ്ദേഹത്തെ അത്രമാത്രം ബഹുമാനിച്ചിരുന്നു. എൻ്റെ പിതാവ് ദരിദ്രൻ എന്ന് മാത്രമേ ഒരു കുറവായി ഇരുന്നുള്ളൂ. ഒരിക്കലും കളവ് പറയുകയില്ലായിരുന്നു. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലായിരുന്നു. സംസ്കാരം, മാന്യത ഇവയുടെ ഉയർന്ന നിലയിലായിരുന്നു അദ്ദേഹം അവസാനം വരെ ജീവിച്ചത്. തൻ്റെ 63-ാം വയസ്സിൽ അദ്ദേഹം ദേഹം വെടിഞ്ഞു. അദ്ദേഹത്തെ പോലെ തന്നെ എൻ്റെ അമ്മയും സമൂഹ സേവനം നടത്തി വന്നിരുന്നു. നാട്ടിലെല്ലാവരുടെയും അമ്മയായിരുന്നു എൻ്റെ അമ്മ. വിവാഹം, പ്രസവം, മറ്റ് ഏതൊരു വിശേഷം നാട്ടിലുണ്ടായാലും എൻ്റെ അമ്മയുടെ സേവനം അവിടെയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. കുട്ടികൾക്ക് ചികിത്സ, സ്ത്രീകൾക്ക് ചികിത്സ ഇവയിൽ വിദഗ്ധയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ആരിൽ നിന്നും ചികിത്സയ്ക്ക് പണം വാങ്ങിയിരുന്നില്ല. 2 പേരും നല്ല അധ്വാനികളായിരുന്നു. ഇത്രയധികം നല്ല ശീലമുള്ളവർക്ക് മകനായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ അതോർത്ത് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. ഞാൻ പഠിച്ച വിദ്യാലയം ക്രിസ്തീയ മിഷണറിയുടേതായിരുന്നു. ഇപ്പോഴും സുഡ്വാഞ്ചേരി കുളത്തിന് വടക്ക് കിഴക്ക് മൂലയിൽ
ആ കെട്ടിടം സ്ഥിതി ചെയ്യുന്നു. എനിക്ക് എഴുത്തറിവ് നൽകിയ ആ ശ്രീകോവിൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ പള്ളിയായി തുടരുന്നു. ഞാൻ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ എന്നെയും ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു എൻ്റെ അച്ഛൻ. തിരിച്ച് ഞാൻ വരുന്ന സമയം ചില ദിവസങ്ങളിൽ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് വരും. എനിക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. ആ സമയം പുളിങ്കുരു നൽകി അത് വരിയായി അടുക്കി വെച്ച് അതുകൊണ്ട് ആ ആ എന്നെഴുതാൻ പറയും. വളരെ ക്ഷമയോടും വിവേകത്തോടും ഞാൻ പുളിങ്കുരുക്കൾ അടുക്കി വെച്ച് എഴുതുമായിരുന്നു. എന്നോട് അധ്യാപകർക്ക് വളരെ പ്രിയമായിരുന്നു. ഞാൻ ഭയഭക്തിയോടുകൂടി പെരുമാറിയിരുന്നു. ഓരോ വർഷവും കൃത്യമായി പഠന പുരോഗതി ഉണ്ടായിരുന്നു. ഇപ്രകാരം 8 വയസ്സ് കഴിഞ്ഞു. ഞാൻ 3-ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി. ആ സമയം എൻ്റെ അച്ഛന് മറ്റൊരാളുടെ സഹായമില്ലാതെ നെയ്ത്തു തൊഴിൽ ചെയ്യുവാൻ സാധിക്കാതെ വന്നു. അതുകൊണ്ട് എന്നെ വീട്ടിൽ തന്നെ അച്ഛനോടൊപ്പം നിർത്തി. വിദ്യാഭ്യാസം എനിക്ക് 3-ാം ക്ലാസ്സോടുകൂടി നിർത്തേണ്ടി വന്നു. 7-ാമത്തെ വയസ്സ് മുതൽ ഞാൻ നെയ്ത്തു തൊഴിൽ ചെറിയ ചെറിയ ജോലികളിൽ രാവിലെയും വൈകുന്നേരവും ചെയ്തിരുന്നു. പാവ് നെയ്യുന്നതിൽ ഞാൻ എൻ്റെ അച്ഛനെ സഹായിച്ചിരുന്നു. ഇഴകൾ പിരിക്കുന്നതിൽ എൻ്റെ അമ്മയെയും. വിദ്യാഭ്യാസം നിർത്തിയതോടുകൂടി നെയ്ത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി. എൻ്റെ പൊക്കം തറി നെയ്ത്തിന് എത്താതെ വന്നു. ലുങ്കു നെയ്ത്തിന് കുഴിത്തറികൾ പര്യാപ്തമായിരുന്നു. തറിക്കുഴിയിൽ ഇറങ്ങിയാൽ തല മാത്രമേ പുറത്ത് കാണുകയുള്ളൂ. എത്തി കയറ് പിടിച്ച് വലിച്ച് നാട ഓടിക്കും. ഓരോ ദിവസവും അല്പസമയം മാത്രം എനിക്ക് നെയ്ത്തിൽ അനുമതി ഉണ്ടായിരുന്നു. അത് ഞാൻ നെയ്ത്ത് പഠിക്കുവാൻ അധികം ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം. തുടർന്ന് 2 വർഷം കടന്നുപോയി. നന്നായി നെയ്ത്ത് ഞാൻ പഠിച്ചെടുത്തു. ആ പ്രായത്തിലാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ ദാരിദ്ര്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്. ആ ദിവസം നടന്ന സംഭവം എന്നെ ദുഃഖത്തിലാഴ്ത്തി കരയിപ്പിച്ചു. എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞ ആ സംഭവമാണ് എന്നെ പിൽക്കാലത്ത് ഉത്തരവാദിത്വബോധമുള്ള ഒരു ഉത്തമനാക്കി മാറ്റി എന്ന് പറയുന്നതിൽ തെറ്റില്ല. രാത്രി പകലറിയാതെയുള്ള എൻ്റെ പ്രയത്നത്തിനെ ഉയർത്തി പല മേഖലകളിൽ അറിവ് നേടുവാൻ എന്നെ സഹായിച്ച കഠിനമായ സംഭവമാണത്. അതിനെക്കുറിച്ച് പിൽക്കാലത്തിൽ ഞാൻ എഴുതിയ കവിതകളിൽ പരാമർശിച്ചിട്ടുണ്ട്. കവിത. ഞാൻ 5 വയസ്സിൽ സ്കൂളിൽ പോയി. 8 വർഷത്തിൽ 3-ാം വകുപ്പിൽ ഞാൻ അവസാനിപ്പിച്ചു. നൊന്തു ദാരിദ്ര്യം താണ്ടി പരുത്തി പഞ്ഞുനൂൽ നെയ്ത് എന്നെ ജനിപ്പിച്ചവർ പഠിപ്പിച്ചു നൽകി. ഈ തൊഴിൽ നന്നായി പഠിച്ച് ഏതോ ഒരളവിൽ ഞാൻ കൂലി നേടി. വെന്ത് മനസ്സുരുകി ദാരിദ്ര്യമുണ്ടാകുന്ന രീതിയിൽ ദൈവം ജീവൻ ഇവയെക്കുറിച്ചു ഞാൻ അന്വേഷിച്ചു. എനിക്ക് രാവിലെ ഒരു കൈപിടി ദോശ, അല്പം തൈര്, ഒരു ചെറിയ കഷ്ണം ശർക്കര ഭക്ഷണമായി ലഭിക്കും. രാവിലെ ഉദ്ദേശം 9 മണിക്ക് കേപ്പക്കൂള ഇളക്കി തരും. അപ്പോൾ അത് അമൃത് പോലെ ശരീരത്തിനും മനസ്സിനും സന്തോഷം പകർന്നിരുന്നു. പകൽവേളകളിൽ ചില ദിവസങ്ങളിൽ ചോറ് ലഭിച്ചിരുന്നു. ചില ദിവസങ്ങളിൽ കൂളാണ് ലഭിച്ചിരുന്നത്. വൈകുന്നേരങ്ങളിൽ കൃത്യമായി അരിച്ചോറായിരുന്നു. എനിക്ക് 10 വയസ്സായപ്പോൾ ഒരു ദിവസം പകൽ 12:45 കാണും. ഞാൻ തറയിൽ നെയ്തുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ പതിവായി പകൽ 12:30 ഭക്ഷണം കഴിക്കുവാൻ എന്നെ വിളിക്കും. അന്ന് അതുവരെ എന്നെ വിളിച്ചില്ല. ഞങ്ങൾ അപ്പോൾ ഒരു ഓലക്കുടലിലാണ് താമസിച്ചിരുന്നത്. തറികൾക്ക് പടിഞ്ഞാറ് വശത്ത് നടുവിൽ 4 അടി ഉയരത്തിലൊരു ഭിത്തിയും അതിൻ്റെ മറവിലാണ് പാചകവും ഭക്ഷണവുമെല്ലാം. പാചകം ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ അമ്മയും അച്ഛനും എന്തോ സംസാരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ അമ്മ തൻ്റെ സാരിത്തുമ്പെടുത്ത് തൻ്റെ കണ്ണുകൾ തുടയ്ക്കുന്നു. ഞാനത് കണ്ടു. എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. ആ ദിവസം വരെ എൻ്റെ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. തറയിൽ നിന്നും എഴുന്നേറ്റ് തുണിയെടുത്ത് ഞാൻ ഉടുത്തു. അപ്പോൾ തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഇരുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തി. അമ്മയെ നോക്കി കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരത്തക്ക വിധത്തിൽ, എന്തിനാണ് അമ്മയെ കരയുന്നത്? പറയൂ അമ്മേ എന്ന് പറഞ്ഞ് അവരുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഏങ്ങിക്കരഞ്ഞു. എൻ്റെ പൊന്നുമോനെ, ഞങ്ങൾ നിന്നെ തപസ് ചെയ്ത് പ്രസവിച്ചതാടാ. ഇന്ന് നിൻ്റെ വിശപ്പിനാൽ ആഹാരം തരാൻ കഴിയാതെ പാവിയായി തീർന്നടാ ഞാൻ എന്ന് നിലവിളിച്ച് എൻ്റെ അമ്മ കരഞ്ഞു. ഞാനും വാവിട്ട് കരഞ്ഞുപോയി. എൻ്റെ അച്ഛൻ എൻ്റെ വലത് കൈയിൽ പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അദ്ദേഹവും കരഞ്ഞുപോയി. അവരുടെ 2 പേരുടെയും വയറുകൾ മുട്ടിപ്പോയിരുന്നു. ഭക്ഷണം ലഭിക്കാതെ പട്ടിണിയിലായിരുന്നവർ. അല്പസമയം മാത്രമേ അങ്ങനെ കഴിഞ്ഞുള്ളൂ. ഉടനെ തന്നെ എന്നെ വിടുവിച്ച ശേഷം എൻ്റെ അച്ഛനെ നോക്കി, താങ്കൾ അല്പസമയം കുട്ടിയെ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഒരു തകരപ്പാത്രം കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ അമ്മ പോയി. അല്പസമയത്തിനുള്ളിൽ ആ പാത്രം നിറയെ കേപ്പക്കൂടുമായി തിരിച്ചു വന്ന്, കണ്ണാ, ഇത് കഴിക്കടാ, ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് തന്നെ ചോറുണ്ടാക്കി നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ കൂള് അപ്പോൾ കഴിച്ചില്ല. നിങ്ങൾ കഴിക്കാതെ ഞാനും കഴിക്കുകയില്ല എന്ന് വാശി പിടിച്ചു. നിങ്ങളും വിശപ്പോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെയാണ് അമ്മയെ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നെ സമാധാനിപ്പിച്ച്
ഓരോ കവിൾ വീതം എൻ്റെ അച്ഛനും അമ്മയും കുടിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മായാത്ത ഓർമ്മകളായി മാറിയ ആ തകരപാത്രത്തിലെ കൂള് ഞാൻ കുടിച്ചു. അതിനുശേഷം അമ്മയുടെയും അച്ഛൻ്റെയും അരികിലിരുന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം ലഭിക്കാത്തത് എന്ന കാരണത്തെപ്പറ്റി പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. എൻ്റെ അടുത്ത് എപ്രകാരം അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് അവർക്ക് പറയുവാൻ കഴിയും? എന്തൊക്കെയോ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. എങ്കിലും ദാരിദ്ര്യം എന്ന അവസ്ഥയെക്കുറിച്ച് അല്പം ഞാൻ മനസ്സിലാക്കി. ഇനി എൻ്റെ മാതാപിതാക്കൾക്ക് ദാരിദ്ര്യം മാറുവാനായി ഞാൻ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അധിക അളവ് നെയ്ത്ത് നെയ്താൽ അധികം വരുമാനം കിട്ടുമെന്നും അതുകൊണ്ട് ദാരിദ്ര്യത്തെ നീക്കാം എന്നും ഞാൻ മനസ്സിലാക്കി. അന്നു മുതൽ രാത്രി പകൽ എന്നില്ലാതെ ഞാൻ നെയ്ത്തുതൊഴിൽ ചെയ്തു. 2 ദിവസം കൊണ്ട് ഒരാൾ ചെയ്യുന്ന ജോലി ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കുവാനുള്ള ശക്തി എനിക്ക് ലഭിച്ചു. അധ്വാനിച്ച് ഞാൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചു. തെളിവ്: ആവശ്യകതാബോധം, അറിവില്ലായ്മ സ്വഭാവം, ഇവ 3 കാരണം ദോഷം വിളയും പല പ്രവൃത്തികളും സംഭവിക്കുന്നത് കണ്ടു നാം. ആവശ്യങ്ങളെ ശാസ്ത്രയന്ത്രങ്ങൾ തീവ്രമായി നിർത്തിവയ്ക്കും ഈ നാളിൽ. ആവശ്യമില്ലാത്ത പലതും ആവശ്യമാക്കുന്ന വ്യക്തമല്ലാത്ത ഭാവനകൾ ചിന്തിച്ചാൽ പോലും ആവശ്യങ്ങളുടെ അളവുകളെ അറിയുന്ന നിയമം സമൂഹത്തിൽ ഉണ്ടാകുമാറാകണം. നവോത്ഥാന ജീവിതം: ആവശ്യമില്ലാത്ത വസ്തുക്കളെ ആവശ്യങ്ങളാക്കി ആവശ്യങ്ങളെ വലുതാക്കി സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു നാം. ആവശ്യങ്ങൾക്ക് വളരെയധികമായി വളർത്തിയ ഹാനി, പഞ്ചപ്രതികാര പ്രവൃത്തികൾ, ദാരിദ്ര്യം, രോഗം, ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഏതെന്ന് കണ്ട് ഇപ്പോൾ തിരിച്ചു തോന്നാത്തതൊഴികെ പലരുടെ ജീവിതത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ മുടക്കുന്ന തെളിവില്ലാത്തവരുടെ പ്രവൃത്തികൾക്കും തീരുമാനമുണ്ടാകണം. പ്രതികാര ചുമട് നീങ്ങുവാൻ: അച്ചടക്കവും അനുകമ്പയും ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ വളർന്നുവരും അറിവിൻ സമ്പത്ത്. അഴുക്കാറ്, അവാവെങ്കുളി, വഞ്ചവാക്കില്ലാതെ സ്നേഹമൂറുന്ന സംസ്കാരത്തിനുദാഹരണമായി അടിതെറ്റാത്ത മഹാ അറിവിൽ ജീവിതം നടത്തുവാൻ വളർത്തിയ അറിവിനെ ഈശ്വര നിലയോട് യോജിപ്പിക്കാൻ പാകമാകുന്ന ചിന്തകൾ, പ്രവൃത്തികളെല്ലാം പ്രതികാര ചുമടു നീങ്ങുന്ന ദിവ്യശക്തികളാകും.